കറക്റ്റ് ഷോറൂം സർവീസ് ഉള്ള വണ്ടികളാണ്. അത് നല്ല റെഡ് കളർ വണ്ടി, അതും ഓട്ടോമാറ്റിക്. ഒരുപാടധികം ആൾക്കാർ DST ഓട്ടോമാറ്റിക് 1.2 വരുന്ന അതെ ഓട്ടോമാറ്റിക് വെഹിക്കിളിനുള്ളത്. ഒന്നുമില്ല, ക്ലെയിം ഒന്നുമില്ല, കറക്റ്റ് ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ്. നമ്മളത് ആസ്കിങ് ചെയ്യുന്ന 5,45,000 ഫൈനൽ നമുക്കൊരു 5,15,000 രൂപ കൊടുക്കാം. 5,25,000 രൂപ അല്ലേ? 21 VXi റീപ്ലേസ് ഉണ്ട് ഇതിന്? ഒന്നുമില്ല, വണ്ടി നമ്പർ ഇതാ, നിങ്ങൾ ഐഡിയ ഹിസ്റ്ററി എടുത്താൽ കിട്ടുമല്ലോ. ഒരു റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. ഒന്നുമില്ല, 5,45,000 നമ്മൾ ഫൈനൽ 5,60 ഇത് ചെയ്ത് കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പ്. നമ്മളത് ആസ്കിങ് ചെയ്യുന്ന 7,10 നമുക്ക് ഫൈനൽ ഒരു 6,45,000 രൂപ കൊടുക്കാം. 6,75,000 രൂപയ്ക്ക് എന്തെങ്കിലും കുറയൂലേ? മാറ്റങ്ങൾ എന്തെങ്കിലും ചെയ്താൽ 6,75,000 നിങ്ങൾക്ക് 19 മോഡൽ 19 വണ്ടി അല്ലേ? നമ്മളൊരു 5,45,000 ചോദിക്കാം, നമുക്കൊരു 5,500 രൂപ എന്തെങ്കിലും മാറ്റങ്ങളും ചെയ്ത് കൊടുക്കാം. 5,50,000 രൂപയ്ക്ക് 15 GT ഓട്ടോമാറ്റിക്. ഒരുപാടധികം ആൾക്കാർ ഒരെണ്ണം എടുക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നടക്കുന്ന കുറച്ച് വണ്ടികൾ കാണിച്ചു തരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ തരാൻ പറ്റുന്ന കുറച്ചധികം വണ്ടികൾ വേറെ കാണിച്ചു തരാം. അതായത് പോളോ GT ഇവിടെ മൊത്തത്തിൽ 5 എണ്ണം കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ 4 ഇവിടെ കിടപ്പുണ്ട്, ഒരെണ്ണം പുറകിൽ കിടപ്പുണ്ട്, 5 GT ഇവിടെ കിടക്കുന്നുണ്ട്. അത് എവിടെയും കാണാത്ത സാധനങ്ങളാട്ടോ. ഈ GT വേരിയൻ്റ് എന്ന് പറയുമ്പോൾ റെയർ ആയിട്ടുള്ള സാധനം ആയതുകൊണ്ട് കുറച്ച് ബഡ്ജറ്റൊക്കെ ഉള്ള സാധനം തന്നെയാണ്. അതുപോലെ തന്നെ കുറച്ച് റീവണ്ടികളുണ്ട്. അതിന് പുറമെ കുറച്ച് പ്രീമിയം വണ്ടികളുടെ എല്ലാം ഉണ്ട് കേട്ടോ. അതായത് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കാറൻ ഡ്രൈവിലാണ്. കാറൻ ഡ്രൈവിൽ ഇവിടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ കക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഇഷ്ടംപോലെ വണ്ടികളുണ്ട് ഇപ്രാവശ്യം. ഷോറൂം നിറഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടാണ് വണ്ടികൾ കിടക്കുന്നത് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഫോട്ടോസും ഡീറ്റെയിൽസൊക്കെ വേണമെങ്കിൽ ഒന്ന് അയച്ചു തരും. ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഒന്ന് ഓടിച്ച് പറഞ്ഞു വിടാം. കുറച്ച് അധികം വണ്ടികൾ നിങ്ങളെ കാണിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്നാലും മാക്സിമം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ അത് എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ കേട്ടോ. ഫുൾ ഓണിൽ മാക്സിമം വില കുറച്ച് ക്വാളിറ്റി ഉള്ള വണ്ടികൾ, അതാണ് ഹൈലൈറ്റ്. ക്വാളിറ്റി എന്ന് പറഞ്ഞ സാധനത്തിൽ ഒരു കുറവും ഉണ്ടാവില്ല. ഇവിടുത്തെ വണ്ടികൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറഞ്ഞില്ല, നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും നമ്മുടെ കാറൻ ഡ്രൈവിൽ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇന്ന് കാണിക്കാനുള്ളതൊക്കെ നല്ല അടിപൊളി കുറച്ച് വണ്ടികൾ എക്സ്ട്രാ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഷൗക്കത്തുക പറഞ്ഞോളൂ, നമ്മുടെ റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം. തുടങ്ങില്ല നമുക്ക്? തീർച്ചയായും മാക്സിമം ഓഫറിൽ കുറച്ച് വണ്ടികൾ കാണിക്കാം അല്ലേ? പൊട്ടിച്ച് കൊടുക്കാൻ മതി. അതായത് സാധാരണ എവിടെയും കാണാത്ത വണ്ടികളാണ് നിങ്ങളുടെ കൂടുതലുള്ളത്. അതെ, ഞാൻ ഓൾറെഡി പറയായിരുന്നു. കാരണം പോളോയ്ക്ക് ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട് അല്ലേ? GT പോളോ ഉണ്ട്, ഇനിയും വേറെ 2 വണ്ടി നമ്മുടെ റെഡിയിലുണ്ട് ഇവിടെ അല്ലേ? ഒക്കെ മൊത്തമായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ ഫുള്ള് ഫോട്ടോസും അല്ല, അതായത് ഇന്ത്യയിൽ ഒന്നും ഞാൻ എല്ലാത്തിൻ്റെ എടുത്ത് കാണിക്കില്ല. നിങ്ങൾ ആ ഫോട്ടോസ് ഒന്ന് അയച്ചു കൊടുക്കണം. കാറ്റലോഗ് ഉണ്ടല്ലോ അല്ലേ? അടിപൊളി. അപ്പോൾ എന്തായാലും നമ്പറൊക്കെ വെച്ചിട്ട് നോക്കിയാൽ മതി. എന്നാൽ പിന്നെ ആദ്യത്തെ പോളോ തന്നെ നീല ഏതാ മോഡല്? ഇത് 2019 മോഡല്. 19 അല്ലേ? ഇത് 1.2 DSG അല്ലേ? 1.2 അത്യാവശ്യം നല്ല നീറ്റാട്ടോ വണ്ടി. പറയാനില്ല. സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ വരുന്നത് 79,000 കിലോമീറ്റർ. കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടി. നിലവിൽ വാറണ്ടി കാര്യങ്ങൾ ന്യൂ ഷേപ്പ് ആട്ടോ. 19 ലാസ്റ്റ് വന്ന ഷേപ്പാണ് വന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഒരു രൂപ ഇല്ലല്ലോ, ഒന്നുമില്ല. നീല കളർ നല്ല രസമുണ്ടല്ലോ വണ്ടി, നല്ലൊരു ലക്കിയുള്ള കളറാണ്. അത് മാത്രമല്ല അതൊന്ന് പോളിഷ് ചെയ്ത് അങ്ങനെ തിളങ്ങി കിടന്നിട്ട്. ഇതിപ്പോ എന്തായാലും 19 വണ്ടി 79 കോടി. നമ്മൾ ആസ്കിങ് ചെയ്യുന്നത് 9,45,000. 9,45,000 നമുക്കൊരു 9,500 രൂപക്ക് ഫൈനലാക്കിയിട്ട്. ഞാൻ പറയുമ്പോൾ ഇച്ചിരി കൂടുതലാണ്, പക്ഷെ അത് ഈ സാധനം റെയർ ആണ്, ക്വാളിറ്റി ഉള്ളതില്ല. തീർച്ചയായും അതുകൊണ്ടാണല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ വരിക, വന്നിട്ട് ഒന്നുകൂടി സംസാരിച്ചാൽ കുറയോ? പ്രൈസിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് മാറ്റങ്ങൾ ചെയ്തു അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. അത് ആ മോഡൽ ലോണാണ് കുറച്ച് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഇതാണെങ്കിലോ റെഡ്. ഇത് 2017 മോഡല്. 17 അല്ലേ? 2017 മോഡല്. സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ വരുന്നത് 64,000 കിലോമീറ്റർ. 64 അല്ലേ? ഇതിനകത്ത് കുറച്ചൊരു എക്സ്ട്രാ ഒക്കെ ചെയ്തിട്ടുണ്ട്. എക്സ്റ്റോസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വാൽവട്രോണിക് പ്ലസ് അഡീഷണൽ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു മുതൽ വണ്ടി തന്നെയാണ്. അതെ തീർച്ചയായും. കാണാൻ കൊള്ളാട്ടോ, എന്തായാലും നല്ല വൃത്തിയുണ്ട്. അത് റെഡ് കളറുമാണ്. ഇത് ആസ്കിങ് ചെയ്യുന്ന 9 രൂപേന് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ നമുക്ക് കിലോമീറ്റർ 64. ലോ കിലോമീറ്റർ അല്ലേ? ഉണ്ടോ? കറക്റ്റ് ഷോറൂം സർവീസ് ഉള്ള വണ്ടികളാണ്. അത് നല്ല റെഡ് കളർ വണ്ടി, അതും ഓട്ടോമാറ്റിക്. ഒരുപാടധികം ആൾക്കാർ DST ഓട്ടോമാറ്റിക് 1.2 വരുന്ന ഓട്ടോമാറ്റിക് വെഹിക്കിളിനുള്ളത്. ശരി. ഇതിപ്പോ നമുക്ക് എത്ര പറഞ്ഞാൽ 9 ലക്ഷം. ഇത് നമ്മൾ ആസ്കിങ് ചെയ്യുന്നത് 9 ആണ്. എന്തെങ്കിലും മാറ്റങ്ങൾ നമുക്ക് ചെയ്തു അല്ലേ? റേറ്റിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് കൂടുതൽ കസ്റ്റമർ ബേസ് നമുക്ക് ചെയ്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ കാരണം എന്ന് പറയുന്നത് ഈ വണ്ടികൾ അധികം കിട്ടാനില്ല അല്ലേ? അതെ. ഒന്നാമത് ബാക്കി നിങ്ങൾ വരെ സംസാരിക്കുക. അതുപോലെ തന്നെ ഈ വെള്ളയാണെങ്കിൽ 18 മോഡല്. 18 ആണല്ലേ? 17, 18, 19 മൂന്നും ഉണ്ടല്ലോ. അതെ. ഇനി ഇത് കിലോമീറ്റർ, ഇത് ഓട്ടോമാറ്റിക് തന്നെ DST ഗിയർ ബോക്സ് വരുന്ന കിലോമീറ്റർ 1 lakh ആയിട്ടുണ്ട്. 1 lakh ആയിട്ടുണ്ട് അല്ലേ? ഇത് നമുക്കൊരു 8 രൂപ കൊടുക്കുക, എന്തെങ്കിലും മാറ്റങ്ങൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 7 സംതിങ്ങിന് കൊടുക്കാം. വന്ന് സംസാരിക്കാം അല്ലേ? ഇത് 1 lakh ഓടിയിട്ടുണ്ട്. DST ഓട്ടോമാറ്റിക് തന്നെയാണ്. ഇല്ലല്ലോ, ഒന്നുമില്ല. പിന്നെ ഉള്ളത് ഡീസലാണ് അടുത്തത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡീസൽ മോഡലോ? ഇത് 2019 മോഡൽ 20 രജിസ്ട്രേഷൻ. 19-20 വണ്ടി അല്ലേ? ഹൈലൈൻ പ്ലസ് 1.5 അല്ലേ? ഇത് 1.5 എഞ്ചിനാണ് ഏറ്റവും ടോപ്പ് എന്റെ ഹൈലൈൻ പ്ലസ്. കിലോമീറ്ററോ?
സെക്കൻഡ് ഓണർഷിപ്പ് 88,000 കിലോമീറ്റർ. ഡീസൽ 88 കുറവ് തന്നെയല്ലേ? കറക്റ്റ് ഷോറൂം സർവീസ്, നിലവിൽ വാറണ്ടി ഉള്ള വണ്ടിയാണ്. വാറണ്ടി ഉണ്ട്. അതിനിപ്പോ ഒരു 4 മാസം കൂടി നിലവിൽ വാറണ്ടി ബാക്കിയുണ്ട്. ഇത് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ലോ? ഒന്നുമില്ല, ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് എന്താ വില? നമ്മള് 7,400 ചോദിക്കാം, നമ്മൾ ഫൈനൽ ഒരു 7 രൂപക്ക് ചെയ്ത് കൊടുക്കാം. 7 ലക്ഷം രൂപയ്ക്ക് അല്ലേ? പ്ലസ് 19 മോഡൽ 20 രജിസ്ട്രേഷൻ പ്ലസ് ആണ് ആലോചിക്കണം. ഡീസലും ആണ്. ഡീസലും ആണ് അല്ലേ? അതെ അതെ. ഇപ്പൊ നമ്മൾ ഈ കാണിച്ച വണ്ടിയൊക്കെ ഒക്കെ ഏകദേശം ഒരു ലക്ഷം രൂപ വേണോ? ഓ, 1 രൂപയുടെ ഡൗൺ പേയ്മെന്റ് നമുക്ക് സുഖമായിട്ട് ബാക്കി ഫിനാൻസ് ചെയ്ത് വേണ്ടി വരില്ല അല്ലേ? ശരിക്കും ഓരോ വണ്ടിക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ട് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അല്ലേ? അതൊക്കെ നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കുമല്ലോ അല്ലേ? അതൊക്കെ ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. മാക്സിമം കുറച്ച് കൊടുക്കണ്ടോ? ഓ തീർച്ചയായിട്ടും. അതേപോലെ തന്നെ അവിടെ ഒരു ബലേനോ ഉണ്ടല്ലോ, 2017 അല്ലേ? ആ, പെട്രോൾ അല്ലേ? ആ, പെട്രോള്. ഏകദേശം ഇത് 90 ഓടിയിട്ടുണ്ട്. വേരിയന്റ് ഏതാ? ഡെൽറ്റയാണ്. 90 ഓടിയിട്ടുണ്ട്. പിന്നെ മാനുവൽ അല്ലേ? ആ, മാനുവൽ. റീപ്ലേസ്മെന്റോ? ഒന്നുമില്ല, ക്ലെയിം ഒന്നുമില്ല. കറക്റ്റ് ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ്. നമ്മളത് ആസ്കിങ് ചെയ്യുന്ന 5,45,000. ഫൈനൽ നമുക്കൊരു 5,400 രൂപ കൊടുക്കാം. 5,25,000 രൂപയ്ക്ക് അല്ലേ? അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി. ഓ, അത് മെയിനായിട്ട് പറയേണ്ടത് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അതൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. ഇതൊക്കെ എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ടയർ ഭാഗങ്ങളെല്ലാം ഉണ്ട്. അതെ, അതിന്റെ ഇന്റീരിയർ ഫോട്ടോസ് ഒക്കെ വേണമെങ്കിൽ അയച്ചു തരും കേട്ടോ. ഒരു ഓഫർ പ്രൈസിൽ സ്വിഫ്റ്റ് അല്ലേ? 2021 VXi. 21 VXi ആണ് മാക്സിമം ഓഫറിൽ കൊടുക്കുന്നത്. ഇത് നമുക്ക് സിംഗിൾ ഓണർഷിപ്പ് ആണ്. നമുക്കൊരു 5,400 ചോദിക്കാം. ഫൈനൽ ഇതൊരു 5,60 ഫൈനലാക്കി കൊടുക്കാം. 21 വണ്ടിയോ? 2021 VXi. 21 VXi റീപ്ലേസ് ഉണ്ടോ ഇതിന്? ഒന്നുമില്ല, വണ്ടി നമ്പർ ഏതാ നിങ്ങൾ ഐഡിയ ഹിസ്റ്ററി എടുത്താൽ കിട്ടുമല്ലോ. ഒരു റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. ഒന്നുമില്ല, 5,400 നമ്മൾ ഫൈനൽ 5,60 ഇത് ചെയ്ത് കൊടുക്കാം. 5,60 അല്ലേ? എങ്ങനെ നോക്കിയാൽ ലാഭമല്ലേ അല്ലേ? പിന്നെ 20 മോഡൽ 21 രജിസ്ട്രേഷൻ. എന്നാലും മോശമില്ലല്ലോ. 21 രജിസ്ട്രേഷന്റെ വണ്ടി. റീപ്ലേസ് ഒന്നുമില്ല. ഒന്നുമില്ല, ക്ലെയിം വണ്ടി അല്ലേ? അടിപൊളി. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിയോ. നല്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അതാ ഇവിടെ ഒരു ഇത് സെലോരിയ ഓട്ടോമാറ്റിക് അല്ലേ? 2015 മോഡല്. 15 ആണ്. വെറും 19,000 കിലോമീറ്റർ ഓടിയ വണ്ടി കേട്ടോ. 15 19 ജെനുവിൻ ആയിരിക്കും. വണ്ടി നമ്പർ ഇത് നിങ്ങൾക്ക് ഹിസ്റ്ററി എടുക്കാലോ. പിന്നെ ഇനി വേണമെങ്കിൽ മാരുതിയുടെ ഷോറൂമിൽ ഡയറക്റ്റ് പോയിട്ട് നമുക്ക് ചെയ്യാം. അതാണ് VXi ഓട്ടോമാറ്റിക്. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. 2015 സിംഗിൾ ഓണർഷിപ്പ് 19,000 കിലോമീറ്റർ. ആസ്കിങ് ചെയ്യുന്ന പ്രൈസ് 4,10,000 രൂപ. 4,10 19 അതും ലോ കിലോമീറ്റർ. ലോ കിലോമീറ്റർ ആണ് ഇതിന്റെ ഹൈലൈറ്റ്. അത് ക്വാളിറ്റി ഉണ്ടല്ലേ? ഓ, വണ്ടി നോക്കി നിങ്ങൾ അതിന്റെ ഇന്റീരിയർ കണ്ടാൽ തന്നെ ഏകദേശം മനസ്സിലാവും. ഒരു റീപ്ലേസ്മെന്റ് ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോഴേ കിട്ടുള്ളൂ. നിങ്ങൾ നോക്കിക്കോ, മാക്സിമം എടുക്കാൻ നോക്കിക്കോ. അതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. അതുപോലെ തന്നെ അവിടെ ഒരു വെന്യൂ 2019 ഫുൾ ഓപ്ഷൻ. 19 ഫുൾ ഓപ്ഷൻ അല്ലേ? ബട്ടൺ സ്റ്റാർട്ട്, സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നത്. SX ഓപ്ഷൻ ഇല്ല. SX ഓപ്ഷനിലല്ല അല്ല അല്ലേ? SX അലോയ് വീൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇന്റീരിയർ ഒന്നും മോശമൊന്നുമില്ല. അത്യാവശ്യം നല്ല അടിപൊളി ഇന്റീരിയർ ഒക്കെയാണ് കേട്ടോ. ഇത് കിലോമീറ്റർ വരുന്ന 60,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ്. നമ്മളത് ആസ്കിങ് ചെയ്യുന്ന 7,10. നമുക്ക് ഫൈനൽ ഒരു 6,400 രൂപ കൊടുക്കാം. 6,75,000 രൂപയ്ക്ക് എന്തെങ്കിലും കുറയൂലേ? ഓ, മാറ്റങ്ങൾ എന്തെങ്കിലും ചെയ്താൽ 6,75 നിങ്ങൾക്ക് 19 മോഡൽ 19 വണ്ടി അല്ലേ? സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതും ക്വാളിറ്റിയുള്ള സാധനം. ഓ, ഇനി റിറ്റ്സ് ആണെങ്കിലോ? റിറ്റ്സ് 2013 മോഡല്. 13 അല്ലേ? നല്ല നീറ്റല്ലേ വണ്ടി? 1,20 തേർഡ് ഓണർഷിപ്പ് VDI. ഡീസലാണ്. അത്യാവശ്യം 2,90 ആണ്. എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കാം. 2,90 നെഗോഷ്യബിൾ ആവുമോ? മാറ്റങ്ങൾ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. മാക്സിമം നെഗോഷ്യബിൾ ആയി കൊടുത്താൽ കേട്ടോ. നമ്മുടെ ആൾക്കാർ വരുമ്പോൾ എല്ലാവരും സന്തോഷിപ്പിച്ച് വിടാവുള്ളൂ. അതുപോലെ തന്നെ ഇതാണെങ്കിൽ 2015 ലീവ. 15 അല്ലേ? റീ രജിസ്ട്രേഷൻ ആട്ടോ. ഇതിപ്പോ ഇത് ടൈപ്പ് ഇതൊക്കെ മാറ്റിയതല്ലേ? ഫ്ലാറ്റിന് എഡീഷൻ ആക്കിയ. 2015 സെക്കൻഡ് ഓണർഷിപ്പ്. 77,000 കിലോമീറ്റർ. പെട്രോൾ അല്ലേ? അല്ല, ഡീസലാ. ഡീസൽ 77 ജെനുവിൻ ആയിരിക്കുമോ? അത് നമ്പറായ വണ്ടിയാണ്. ഇല്ല, പക്ഷെ വണ്ടി കണ്ടിട്ട് ഒരു 77 ക്വാളിറ്റി ഉണ്ട് നമുക്ക്. അല്ല, അതായത് റീ ആയതുകൊണ്ട് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ശരിയായിരിക്കും, ചിലപ്പോൾ ശരിയായിരിക്കും. വണ്ടി അടിപൊളി കേട്ടോ. അതിന്റെ ഇന്റീരിയർ സീറ്റുകളൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഡീസലാണ്. VD അല്ലേ ഇത്? അത് GD. സോറി. വിലയോ? നമ്മൾ ആസ്കിങ് ചെയ്യുന്ന 4,500. നമുക്ക് ഫൈനൽ ഒരു 4,400 പേപ്പർ ആക്കിയിട്ടില്ലേ? 55 പേപ്പർ ആയല്ലോ അല്ലേ? 4,00,000 രൂപയ്ക്ക് 2015 വണ്ടി. അത് ലോ കിലോമീറ്റർ അല്ലേ? നല്ല ക്വാളിറ്റിയുള്ള വണ്ടി. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഒരെണ്ണം കൂടി കിടപ്പുണ്ടല്ലോ. ഇതും 15 ലീവ. സെക്കൻഡ് ഓണർഷിപ്പ്. 1,10 ഓടിയ വണ്ടി. 1,10 ഓടിയില്ല. ഇതും ഡീസലാ? ഡീസലല്ല, കേരള വണ്ടിയാ? അല്ല, നമ്പർ റീ രജിസ്ട്രേഷൻ ആണ്. അടിപൊളി. ഇത് നമുക്കൊരു 4,400 ചോദിക്കുന്നത്. എന്തെങ്കിലും കുറച്ച് കൊടുക്കാം നമുക്ക്. എന്തെങ്കിലും സംതിങ് കുറയൂല. പ്രൈസ് എന്തെങ്കിലും ചെറിയ ലോൺ വരില്ലേ? ഓ, മാക്സിമം ഒരു 3,400 വരെ ലോൺ. അടിപൊളി. ഇനി ഇതാ ഇവിടെ ഒരു സ്വിഫ്റ്റും കൂടി ഉണ്ടല്ലോ. ഇതോ? ഇത് 2023 VXi ഓട്ടോമാറ്റിക്. 23 VXi ഓട്ടോമാറ്റിക്. അടിപൊളി. 14,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. 14,000 കിലോമീറ്റർ. അടിപൊളി. വളരെ വളരെ ലോ കിലോമീറ്റർ വണ്ടി അല്ലേ? അതെ.
ഓട്ടോമാറ്റിക് ആണ്. അപാകത ഒന്നുമില്ല, ക്ലെയിം ഒന്നുമില്ല. ക്ലെയിം ഉള്ള വണ്ടി ഇവിടെ ഇല്ല, അതാണ് നമ്മൾ എടുക്കലില്ല. അതൊക്കെ ജെന്യൂൻ അല്ലേ? തീർച്ചയായും. എന്താ നമുക്ക് വില? ഇത് നമ്മൾ ആസ്കിങ് ചെയ്യുന്നത് 795 നമുക്ക് ഫൈനൽ ഇതൊരു 770 ഫൈനലാക്കി. 770 അല്ലേ? അതായത് 23 ഓട്ടോമാറ്റിക് 14,000 കിലോമീറ്റർ സിംഗിൾ ആണ്. ഒരു റീപ്ലേസ് ഇല്ലാത്ത ക്ലീൻ വണ്ടി അല്ലേ? ഇതൊക്കെ കൊള്ളാം. അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് എടുത്തൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്വിഫ്റ്റും കൂടി ഉണ്ട്, ഇതും കൂടി ഒന്ന് കാണിച്ചു. അത് 2018 ZXi ഓട്ടോമാറ്റിക്. ZXi ഓട്ടോമാറ്റിക് അല്ലേ? ബട്ടൺ സ്റ്റാർട്ട്, അലേവി കാര്യങ്ങളെല്ലാം വരുന്നത് ടോപ്പ് എൻഡ്. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ വണ്ടി, നല്ല വൃത്തിയുണ്ട്. 74,000 കിലോമീറ്റർ. 74 സെക്കൻഡ് ഓണർഷിപ്പ്. ഇത് ആസ്കിങ് ചെയ്യുന്ന 610 നമുക്ക് ഫൈനൽ ഒരു 580 590 കിട്ടിയാൽ കൊടുക്കാം. 580 590 റേഞ്ചിൽ നമുക്ക് 2019 ഓട്ടോമാറ്റിക്. അത് ഓട്ടോമാറ്റിക് ZXi അല്ലേ? ടൈം ഒന്നുമില്ല. ഒരു ഡോർ റീപ്ലേസ് ഉണ്ട് കേട്ടോ, ബാക്കത്തെ ഒരു ഡോർ. ക്ലെയിം മാറ്റിയിട്ടുള്ള. ഫുൾ ഫോട്ടോസ് ഒന്ന് അയച്ചു കൊടുക്കണം എല്ലാവർക്കും. ഓ തീർച്ചയായും. അടിപൊളി. അപ്പോൾ എന്തായാലും 5 സംതിങ്ങിന് എടുക്കാം. ഇത് മോഡൽ ഏതോ? സ്കോഡന്റെ ലോറ 2010. പണ്ടത്തെ പുലിയ അല്ലേ? 2010 മോഡല്. ഡീസലാണ്, നിലവിൽ 3rd ഓണർഷിപ്പ് ആണ്. ഇത് 2 ലിറ്റർ അല്ലേക്കാ? അതെ അതെ. അതുപോലെ തന്നെ ഇതിനകത്ത് നല്ല അടിപൊളി ഒരു അലോയ് വീൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 2010 ലാസ്റ്റ് പേപ്പർ ഉണ്ട്. ഇപ്പോൾ പേപ്പർ കഴിഞ്ഞിട്ടുണ്ട്, പുതിയ നമുക്ക് എടുത്തു കൊടുക്കാം. ഇവിടെ ഇറക്കുമ്പോൾ ഫുൾ പേപ്പറോട് കൂടി കൊടുക്കാം. 5 വർഷം 2,500 രൂപ കൊടുക്കാം. പേപ്പർ എടുത്തിട്ട്. മോഡൽ 2010 പേപ്പർ എടുത്തിട്ട് 2,500 രൂപ കൊടുക്കാം. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ വെന്യൂ ആണെങ്കിലോ 2023 ഏറ്റവും ടോപ്പിന്റെ SX ഓപ്ഷനിൽ 23 പെട്രോൾ ഡീസലോ? അല്ല, ഡീസലാണ്. അടിപൊളി. ഏറ്റവും ടോപ്പിന്റെ മാനുവൽ അല്ലേ? മാനുവൽ. പിന്നെ എന്തെങ്കിലും ഡീസൽ മാനുവൽ ഇല്ല, ക്ലെയിം ഒന്നുമില്ല. 52,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. 23 വണ്ടിയാ അല്ലേ? 2023. ഇത് ആസ്ക് ചെയ്യുന്നത് നമ്മൾ 1190 നമുക്കൊരു 11.5 രൂപക്ക് ഫൈനൽ കൊടുക്കും. പുതിയ എന്ത് വിലയാണ് നമുക്ക്? എനിക്ക് തോന്നുന്നൊരു 13.75 14 രൂപ. അത്ര വില ഉണ്ട് അല്ലേ? അതും ഡീസലാണ്, ഏറ്റവും ടോപ്പിന്റെ വണ്ടിയാണ്, നല്ല മൈലേജും കിട്ടും അല്ലേ? തീർച്ചയായും. ഓക്കെ, ഇതിപ്പോ നമുക്ക് 11 നമ്മൾ 11.5 എന്തെങ്കിലും മാറ്റങ്ങളും ചെയ്തു കൊടുക്കാം. തീർച്ചയായും. മാക്സിമം ലോണും കയറില്ലേ? 10 രൂപേനെ ഫിനാൻസ് എന്തായാലും കയറും. നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ഫുൾ ലോണും തന്നെ ചെയ്യാം അല്ലേ? അടിപൊളി. അപ്പം അതാണ് നിങ്ങൾ മിസ് ചെയ്യേണ്ട. അത് 23 വണ്ടി ഡീസലാണ്. അതുപോലെ തന്നെ കുറച്ച് ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു GT അല്ലേ? ഇത് 2015 മോഡല്. 15 സെക്കൻഡ് ഓണർഷിപ്പ്. 1 lakh ഓടിയിട്ടുണ്ട്. നമ്മളൊരു 5.25 ചോദിക്കാം, നമുക്കൊരു 5.5 രൂപ എന്തെങ്കിലും മാറ്റങ്ങളും ചെയ്തു കൊടുക്കാം. 5,50,000 രൂപയ്ക്ക് 15 GT ഓട്ടോമാറ്റിക്. വണ്ടി പക്കയല്ലേ? പക്കയാണ്. ഒരു ക്ലൈമോ പ്രശ്നമില്ല, നീറ്റ് വണ്ടി അല്ലേ? ഞാൻ ചോദിക്കുന്നില്ല, ഞാൻ ഇടയ്ക്ക് ചുമ്മാ ചോദിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ അൾട്ടീസോ? അൾട്ടീസ് 2012 മോഡല്. 12 ആണല്ലേ? നല്ല വൃത്തി. 12G ഫുൾ ഓപ്ഷൻ ആട്ടോ. ഇത് കേരള വണ്ടിയാ? അല്ല, റീ രജിസ്ട്രേഷനാ. 1.42 ഓടിയിട്ടുണ്ട്. ഉറപ്പൊന്നും പറയാം. ഇവനെ വെച്ചല്ല, ഇത് കിലോമീറ്റർ ജെനുവിൻ നമ്മൾ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ലീവ പറഞ്ഞ പോലെ നമുക്ക് ഇത് ഉറപ്പില്ല പറയാം. നമുക്ക് ഹിസ്റ്ററി ഉണ്ട്, നോ റീപ്ലേസ്മെന്റ് ആണ്, കറക്റ്റ് ഷോറൂം സർവീസ്. 12 140 പറയുമ്പോൾ വളരെ കുറവുണ്ട്. എങ്ങനെ? ഡീസൽ അല്ലേ? ഡീസൽ. G ആണ്, ഫുൾ ഓപ്ഷൻ ആണ്. ഇത് നമ്മൾ ആസ്കിങ് ചെയ്യുന്ന 4.25 ആണ്. എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ ചെയ്ത് കൊടുക്കാം അല്ലേ? അതൊക്കെ ഡീസലാണ്. 4,25,000 രൂപ. അതും നെഗോഷ്യബിൾ ആണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് റേറ്റ് കുറച്ചും തരും. അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു എർട്ടിക. ഏതൊക്കെ മോഡൽ എർട്ടിക? അത് 2019 മോഡൽ, 20 രജിസ്ട്രേഷൻ. അടിപൊളി. ഓട്ടോമാറ്റിക്. പെട്രോൾ 20 ആയപ്പോഴത്തേക്കും ഡീസൽ നിർത്തിയല്ലോ. അതെ. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി കേട്ടോ. ഓട്ടോമാറ്റിക് ആട്ടോ. ഓട്ടോമാറ്റിക് VXi ഉണ്ടല്ലോ. സോറി, ZXi ഓട്ടോമാറ്റിക്. അതാണ് ചോദിച്ചത്. ZXi ഓട്ടോമാറ്റിക്. പിന്നെ കിലോമീറ്റർ 52. നോ കിലോമീറ്റർ. 52 കിലോമീറ്റർ. എന്താ വില? ഇത് ആസ്കിങ് ചെയ്യുന്നത് നമ്മളെ 10.5. നെഗോഷ്യബിൾ ആവോ? ഫൈനൽ നമുക്കൊരു 10.15 രൂപ കൊടുക്കാം. അതായത് 19-20 വണ്ടി. കിലോമീറ്റർ ഓട്ടോമാറ്റിക് 52,000 അല്ലേ? അതൊക്കെ പക്ക ഹിസ്റ്ററി ഉണ്ടല്ലോ അല്ലേ? ഷോറൂം സർവീസ്. അടിപൊളി. അതുപോലെ തന്നെ ഒരു വെന്യൂ ആണെങ്കിലോ? അല്ല, സോറി, 2020 ക്രെറ്റ. 20 ആണ്. ഫുൾ ഓപ്ഷൻ ആട്ടോ. ഡീസലാ? അടിപൊളി. SX ഓപ്ഷനില് സിംഗിൾ ഓണർഷിപ്പ് 68,000 കിലോമീറ്റർ. ഡീസൽ അല്ലേ? ഡീസൽ. ലോ കിലോമീറ്റർ വണ്ടി കേട്ടോ. അതും ആലോചിക്കണം, എല്ലാവിധ ഫീച്ചേഴ്സും അങ്ങനെ അറ്റം ലോഡായിട്ട് വരുന്ന സാധനമാണ്. നമ്മൾ ആസ്കിങ് ചെയ്യുന്നത് 14.25 ആണ്. ഫൈനൽ നമുക്കൊരു 14 രൂപ കൊടുക്കാം. 14 ലക്ഷം രൂപ. ടോപ്പന്റെ 20 SX. 20 ആണല്ലേ? പാനോരമിക് റൂഫ് കാര്യങ്ങളെല്ലാം വരുന്നത്. ഡീസൽ വേരിയന്റിൽ ഏറ്റവും ടോപ്പ് വണ്ടി കേട്ടോ. നിങ്ങൾ മിസ് ചെയ്യണ്ട. 14 ലക്ഷം രൂപയ്ക്കാണ് തരുന്നത്. 2019 മോഡൽ വെന്യൂ. 19. കിലോമീറ്റർ 89. സെക്കൻഡ് ഓണർഷിപ്പ് S+ എന്ന് പറഞ്ഞ വേരിയന്റ്. റീപ്ലേസ് ഒന്നുമില്ലല്ലോ? ഒന്നും ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, എല്ലാം ജെനുവിൻ. ഇത് 7,000 രൂപ ചോദിക്കുന്നത് നമ്മൾ ഫൈനൽ ഒരു 7.25 രൂപ കൊടുക്കാം. പെട്രോൾ അല്ലേ? ഡീസൽ ഫുള്ള് ലോണും കൊടുക്കാം കേട്ടോ.
അല്ല ഡീസൽ 19 വണ്ടി ഫുള്ള് ലോണും കൊടുക്കാം നമുക്ക്. 7,500 റുപ്യക്ക് നമ്മൾ ഫൈനലാക്കി. കിലോമീറ്റർ എത്ര പറഞ്ഞു? കിലോമീറ്റർ 8,900. 89. ആദ്യമൊക്കെ നിങ്ങൾ ഇത് 28/12/2019 ഡെലിവറി. അതെ 2019 മോഡൽ 12ാം മാസം വണ്ടിയാണ്. എസ് വരുന്നുണ്ട് അല്ലേ? എസ് പ്ലസ്. ഒരുവിധം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. അതായത് ആലോചിക്കണം, നിങ്ങൾ ഡീസൽ വണ്ടിയാണ് നിങ്ങൾക്ക് ഈ വിലക്ക് തരുന്നത്, അതും ഫുൾ ലോണിൽ 1 രൂപ പോലും മുടക്കേണ്ട. 7,500 റുപ്യക്ക് നമ്മൾ ഫൈനൽ. 7,25,000 രൂപയ്ക്ക് നല്ലൊരു ഡീലല്ലേ? തീർച്ചയായും. ആർക്കെങ്കിലും വേണം നോക്കിക്കോട്ടെ. അതുപോലെ തന്നെ ക്രിസ്റ്റ ആണെങ്കിലോ? ക്രിസ്റ്റ 2016 Z മാനുവൽ. 16 സെഡ് മാനുവൽ ഒറിജിനൽ കേരള കേട്ടോ. അടിപൊളി. 2016 Z മാനുവൽ ഒറിജിനൽ കേരള സിംഗിൾ ഓണർഷിപ്പ്. 1,20,000 കിലോമീറ്റർ. ജെനുവിൻ കറക്റ്റ് ഷോറൂം സർവീസ് ഉള്ള വണ്ടി. അടിപൊളി. അതായത് 16 ഒറിജിനൽ കേരളയിൽ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ലോ കിലോമീറ്റർ വണ്ടി അല്ലേ? Z മാനുവൽ. അതെ ഏറ്റവും ടോപ്പിന്റെ അതന്നെ. തീർച്ചയായും. എന്തെങ്കിലും അപാകത ഒന്നുമില്ല, സീറോ ക്ലെയിമാ. ശരി. 16 എന്ത് വിലയുണ്ട് നമുക്ക് ഇവിടെ? നമ്മൾ ചോദിക്കുന്നത് 17,65 മാറ്റങ്ങൾ എന്തെങ്കിലും ചെയ്തു? 17,65,000 രൂപ. സീറോ ക്ലെയിം ഒറിജിനൽ കേരള വണ്ടിയാണ്. കേരള വണ്ടി ആയതുകൊണ്ടാണ് വില അല്ലേ? തീർച്ചയായും. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ നോക്കിക്കോളൂ. ആർക്കെങ്കിലും വേണമെങ്കിൽ മിസ് ചെയ്യണ്ട. അതും 16 സെഡ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു സിൽവർ വണ്ടി എടുക്കുന്നത്. ആദ്യം തന്നെ 2018 Z ഓട്ടോമാറ്റിക്. സെഡ് ഓട്ടോമാറ്റിക്കാ. അടിപൊളി. ഇത് റിയ നമ്പർ ആയ വണ്ടിയാണ്. നമ്പർ ആയതാണ്. സെക്കൻഡ് ഓണർഷിപ്പ് 2,20,000 കിലോമീറ്റർ. ഓക്കെ. റീപ്ലേസ് ഉണ്ടോ? ക്ലെയിം ആയിട്ട് ഒരു ഡോർ ഉണ്ട്, ബാക്കിൽ ഒരു ഡോർ. വേറെ ഒന്നുമില്ല, കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. ഷോറൂം സർവീസ് ഉണ്ട് കേട്ടോ. 2020 വരെ ഷോറൂം സർവീസ് ആണ്. സർവീസ് ഉണ്ട്. വേറെ അപാധമൊന്നുമില്ല? ഒന്നുമില്ല. വിലയോ? നമ്മൾ ആസ്ക് ചെയ്യുന്ന 17,000 രൂപ. 17,50,000 രൂപ മാക്സിമം ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം. അതും 18 വണ്ടി അല്ലേ? 2018 Z ഓട്ടോമാറ്റിക്. അതൊന്നും നിങ്ങൾ മിസ് ചെയ്യേണ്ട. ആർക്കെങ്കിലും വേണേൽ നോക്കിക്കോളൂ. അപ്പോൾ എന്തായാലും ഒരു ഇലക്ട്രിക്കും കൂടി കാണിച്ചു തരാം. ഇതാണെങ്കിലൊക്കെ ഇത് 2018 മോഡൽ 19 രജിസ്ട്രേഷൻ ZDI പ്ലസ്. ഡീസലിന്റെ ഏറ്റവും ടോപ്പ് വണ്ടി. ഏറ്റവും ടോപ്പിന്റെ ZDI പ്ലസ്. അടിപൊളി. 52,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ്. 5 റെയർ ആണല്ലോ അങ്ങനത്തെ സാധനമൊക്കെ അല്ലേ? അത് നല്ല നീറ്റ് വണ്ടി കേട്ടോ. ബട്ടൺ സ്റ്റാർട്ട് ഉൾപ്പെടെ എല്ലാ സാധനവും വരും. ഈ കാര്യങ്ങളെല്ലാം ആഡ് ആയി വരുന്നതാണ്. അതെ. എന്തെങ്കിലും ക്ലെയിം ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ശരി. നമുക്ക് എന്തുവരെ വരും? നമ്മൾ ആസ്കിങ് ചെയ്യുന്നത് 10,90 നെഗോഷ്യബിൾ ആണ്. നമുക്ക് ഫൈനൽ ഒരു 10 റുപ്യക്കൊക്കെ ഫൈനലാക്കി അല്ലേ? 10,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ZDI പ്ലസ് ആണ് തരുന്നത്. ഏറ്റവും ടോപ്പിന്റെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. അപ്പോൾ കുറേ ആൾക്കാർ നമ്മുടെ ആൾക്കാർ വിളിക്കും. മാക്സിമം സെറ്റായി റേറ്റ്, മാക്സിമം റേറ്റ് കുറച്ച് കൊടുത്തായി. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇതിനകത്തുള്ള വണ്ടികളാണ് ഇപ്പോൾ ഇത്രയും നേരം നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ടിരുന്നത്. വേറെ ഒന്നും കൂടി അതും കൂടി കാണിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു 3-4 വണ്ടി കൂടി കാണിച്ചു തരാം. ഷോറൂമിന്റെ പുറത്തായിട്ട് നിൽക്കുന്നത് അല്ലേ? ഇപ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അല്ലേ? ഉണ്ട്. അവിടെ സ്ഥലം കുറച്ച് നമ്മൾ ഇങ്ങോട്ട് താഴെ. ഈ സ്വിഫ്റ്റ് ഏതാ മോഡല്? ഇത് 2016 VXI. 16 VXI. കിലോമീറ്ററോ? 84,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ്. പെട്രോൾ വണ്ടി നീറ്റാ അല്ലേ? ഷോറൂം സർവീസ്. ഇല്ലല്ല, ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ്. എന്ത് വില ഉണ്ട്? നമ്മൾ ആസ്ക് ചെയ്യാൻ 460 ഫൈനൽ നമുക്കൊരു 440 കൊടുക്കാം. 440 16 VXI. അതെ. അതുപോലെ തന്നെ ബെൻസോ 2010 C ക്ലാസ്. 10 ആണ്. ഇത് ഡീസലാ? ഡീസൽ. ഒറിജിനൽ കേരള സിംഗിൾ ഓണർ. 88,000 കിലോമീറ്റർ. റെയർ ആണല്ലോ. ഒറ്റ ഓണറാണ്. 2010 ഒരാൾ ഉപയോഗിച്ചിട്ടുള്ളൂ. ശരി. ഇതിപ്പോ നമുക്ക് എന്താ വില? ഇത് നമ്മൾ ആസ്കിങ് ചെയ്യുന്ന 6,000 നമുക്ക് ഫൈനൽ ഒരു 6 റുപ്യ കൊടുക്കാം. അതായത് ഒറിജിനൽ കേരള വണ്ടി. 6 ലക്ഷം രൂപയ്ക്ക്. ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക് ഡീസൽ. ക്ലീൻസ് ആണോ അല്ലേ? പക്ക. ഓക്കെ. നമ്മള് ഇത് പെട്ടെന്ന് പറഞ്ഞു പോവാ. ആ ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുക്കണേ. തീർച്ചയായും. അതുപോലെ തന്നെ ഇവിടെ സ്വിഫ്റ്റ് ഉണ്ടല്ലോ. ഇത് 2012 ഡീസൽ. 12 ഡീസൽ. VDI സിംഗിൾ ഓണർ. അല്ല, ഡീസൽ. സോറി, ഇത് LXI ആട്ടോ. 2010. ഞാൻ ബാക്കിലുള്ള വണ്ടിയാണ്. ഓക്കെ. ഇത് 2017 ഷിഫ്റ്റ് LXI പെട്രോൾ. അതായത് ലാസ്റ്റ് വണ്ടി അല്ലേ? 89,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. അതെ അല്ലേ? അതായത് ലാസ്റ്റ് വണ്ടി 17 മോഡൽ. കിലോമീറ്റർ ജെനുവിൻ. കിലോമീറ്റർ ജെനുവിൻ. ഇത് 410 നമുക്ക് ഫൈനൽ ഒരു 390 കൊടുക്കാം. അതും 17 വണ്ടിയാണ്. 17 മോഡൽ. 390. നെഗോഷ്യബിൾ ആവോ? എന്തെങ്കിലും. എങ്ങനെ? ഇതാണെങ്കിലോ? ഇത് 2011 അൾട്ടേന് കുറച്ച് വൃത്തിയാക്കി എടുക്കാം. നമ്മളൊരു എക്സ്ചേഞ്ച് എടുത്ത വണ്ടിയാണ്. ചെറിയ റീപ്ലേസുകളൊക്കെ ഉണ്ട്. നമുക്ക് ഒരു 80 രൂപക്ക് കൊടുക്കാം. 80,000 രൂപ. 2011 മോഡൽ. ഇത് ലോൺ കയറുമല്ലോ അല്ലേ? ലോണും കയറും. ലോൺ 1 രൂപേനെ കയറും. വണ്ടി ഒന്ന് റെഡി ആക്കി എടുക്കാണ്ട്. അതെ. അപ്പൊ അത്യാവശ്യം ഒന്ന് വരിക, ഒന്ന് നോക്കുക. കോൺടാക്ട് ചെയ്തോളൂ അല്ലേ? അതുപോലെ തന്നെ പുറകിൽ ഒരു ഫോർച്യൂണറോ? ഫോർച്യൂണർ 2014 മോഡൽ. 14 ഡൽഹിയാണ്. നിലവിൽ തിരൂർ RT ഓഫീസിക്ക് NOC ഒക്കെ വന്ന വണ്ടിയാണ്. 14 2 വീൽ ഓട്ടോമാറ്റിക്. 180 ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ്. അത്യാവശ്യം നല്ല വൃത്തി ഉണ്ടല്ലോ വണ്ടി. തീർച്ചയായും. വിലയാണെങ്കിലോ? ഇത് നമ്മൾ ആസ്കിങ് ചെയ്യുന്നത് നമ്പർ ആക്കിയിട്ടാണ് നമുക്ക് ഒരു 14,000 രൂപ കൊടുക്കാം. 14,25,000 രൂപ. നെഗോഷ്യബിൾ ആവുമോ? എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യണ്ട കേട്ടോ, നോക്കിക്കോളൂ. 14,25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2014
മോഡൽ വണ്ടി തന്നെ. 2012 ഡീസൽ, അവിടെ മാറിപ്പോയ സാധനമാണ്. 12 മോഡല് സ്വിഫ്റ്റ് ഡീസൽ, സിംഗിൾ ഓണർഷിപ്പ്, 75,000 കിലോമീറ്റർ. അല്ല ഇതിൽ കോമഡി അല്ല, അതിപ്പോ നിങ്ങളിപ്പോ ഈ 17 പറഞ്ഞ അതേ വൃത്തി ഉണ്ടല്ലോ വണ്ടി. തീർച്ചയായും 12 ഒറ്റ സിംഗിൾ ഓണർഷിപ്പ് ഡീസലാണ്. അങ്ങനെപ്പാടെ 75,000 ഓടിയിട്ടുള്ളൂ. വീഡിയോ അല്ലേ? ആ വീഡിയോ 365 ചോദിക്കുന്നത്, നമുക്ക് ഫൈനൽ ഒരു 3,500 രൂപ കൊടുക്കാം. 3,500 രൂപ കിലോമീറ്റർ ജനുവിനാ? ആ കിലോമീറ്റർ ജനുവിൻ. അടിപൊളി, അത് മുതലാട്ടോ. അങ്ങനെ കിട്ടൂല ഇപ്പൊ ഈ സാധനം? ഓ കിട്ടും. അതും 12 മോഡലാണെങ്കിൽ പോലും അത്രയും വൃത്തിയുള്ള വണ്ടി. അവന് ഒറ്റ ഓണർഷിപ്പ് ആണ്. ഓണർഷിപ്പിൽ ഇല്ല, ഒന്നുമില്ല. ക്ലീൻ വണ്ടി അല്ലേ? അടിപൊളി. ഒരു അൾട്ടോ ആണെങ്കിലോ? അൾട്ടോ 2017 മോഡല്. ഇത് സിംഗിൾ ഓണർഷിപ്പ്, 34,000 കിലോമീറ്റർ, 260 ചോദിക്കണം. നമുക്ക് ഫൈനൽ 2,500 രൂപ കൊടുക്കാം. 2,50,000 രൂപ അല്ലേ? അടിപൊളി, മോശമൊന്നുമില്ല കേട്ടോ. അതായത് മാക്സിമം ഫുൾ ഓൺ തന്നെ ചെയ്യാം. അതെ അതെ, ഒരു എർട്ടിക്ക. അപ്പോൾ നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി അല്ലേ? 2016 എർട്ടിക്ക ZD+ ആണ്. അടിപൊളി. സെക്കൻഡ് ഓണർഷിപ്പ്, 80,000 കിലോമീറ്റർ. അതായത് ബട്ടൺ സ്റ്റാർട്ട് ഉൾപ്പെടെ എല്ലാ സാധനവും ZD+ ഏറ്റവും ടോപ്പ്. അതെ, ഡീസലിൽ ഏറ്റവും ടോപ്പ് വണ്ടി കേട്ടോ. അതുപോലെ തന്നെ വണ്ടി നല്ല നീറ്റാണ്. 2016 ZD+ സെക്കൻഡ് ഓണർഷിപ്പ്, 79,000 കിലോമീറ്റർ. അപ്ഡു ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ്. ബമ്പർ പോലും റീപ്ലേസ് ഇല്ല. ഡീസൽ ഇത്രയും ലോ കിലോമീറ്റർ കിട്ടാൻ പാടില്ല. തീർച്ചയായും റീപ്ലേസ് ഇല്ലല്ലോ, ഒന്നുമില്ല, സീറോ. അതായത് ബമ്പർ പോലും മാറിയിട്ടില്ല. ക്ലീൻ അല്ലേ? ക്ലീൻ പീസ് വണ്ടിയാണ്. എന്താ വില? നമ്മൾ ചോദിക്കുന്ന 7,000, നമുക്ക് ഫൈനൽ ഒരു 7 രൂപ കൊടുക്കാം. 7 ലക്ഷം രൂപ. ZD+16 നെഗോഷ്യബിൾ ആവോ? ഓ, പ്രൈസ് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാം അല്ലേ? ഇത് നിങ്ങൾ ബിസി ആണ്, അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. നല്ല വണ്ടിയാണ്. നിങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് അയച്ചോളൂ. ഓ തീർച്ചയായും, മാക്സിമം വില കൊടുത്തോളൂ. നമ്പർ വെച്ചിട്ട് വിളിക്കൂ കേട്ടോ. തീർച്ചയായും. അപ്പോൾ നമ്മുടെ കാർ ഡ്രൈവിൽ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള വാഹനങ്ങളാണ് നിങ്ങൾ ഇത്രയും കണ്ടുകൊണ്ടിരുന്നത്. അത്യാവശ്യം നല്ല ബഡ്ജറ്റിലുള്ള കുറച്ച് വണ്ടികൾ കിടപ്പുണ്ട്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട, ധൈര്യമായിട്ട് പോലും അല്ലേ? തീർച്ചയായും നമ്മൾ നല്ലതേ കൊടുക്കുള്ളൂ. ഓ നല്ല വണ്ടി. പിന്നെ നിങ്ങളുടെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുമോ? ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തിരൂരങ്ങാടി കക്കാടാണ്. അതായത് കക്കാട് ജംഗ്ഷനിൽ തിരൂരങ്ങാടി പോണ റോഡിലാണ്. നമ്മുടെ മമ്പറൊക്കെ പാസ് ചെയ്ത് പോകുന്ന റോഡാണ്. ഹൈവേ തന്നെയാണ്. ഹൈവേ തന്നെ, ഇവിടെ അടുത്താണ്. PSMO കോളേജിന്റെ ഒക്കെ തൊട്ടടുത്തായിട്ട് വരും. നമ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ വേണേൽ ലൊക്കേഷനോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിൽ തരാം, അയച്ചു കൊടുക്കാം. നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോലും മിസ് ചെയ്യേണ്ടത്, ഈ പോളൊന്നും മിസ് ചെയ്യുകയും ചെയ്യരുത്. നേരെ പോകുന്നുള്ളൂ. വൈൻഡപ്പ് ചെയ്തേക്കാം അല്ലേ? ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യണം. അടുത്തൊരു കിടം വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.